all, Assalamualaikum. Welcome back to Rahis Life. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ചിക്കൻ കറി, ബീഫ് കറി, ഫിഷ് കറി, അതുപോലെ തന്നെ വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള മസാല കറി, ഇതിനൊക്കെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്സ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടുതൽ ബെല്ലൈക്കണോട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ കറക്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഡ്രൈ ആയിട്ടുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂണ് കോക്കനട്ട് ഓയിലാണ് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. തീ ഓണാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇടുന്നത് 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും ജീരകപ്പൊടിയും ഒന്നിപ്പിച്ചതാണിത്. മല്ലിപ്പൊടിയും ജീരകപ്പൊടിയും കൂട്ടി ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം തന്നെ കറിവേപ്പിലയാണ്. ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരിക്കലും തീ കൂട്ടി വെച്ച് കൊടുക്കരുത്. നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് വറവായി കിട്ടുന്നത് വരെ ഒന്ന്, ഇതിന്റെ സ്മെല്ല് പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരിക്കലും തീ കൂട്ടി വെച്ച് കൊടുക്കരുത്. ഈ ഒരു മസാലപ്പൊടി അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴാണെങ്കിലും ബീഫൊക്കെ വെക്കുമ്പോഴാണെങ്കിലും പൊട്ടറ്റോ കൊണ്ട് മസാല കറി ഉണ്ടാക്കൂലേ, അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ മാത്രം നമ്മൾ ഗരം മസാലയുടെ ഒക്കെ ഒരു പൗഡർ കുറച്ചൊരല്പം മിക്സ് ആക്കി കൊടുത്തിട്ടില്ലേ, അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഒരിക്കലും ഫ്ലെയിം കൂട്ടിയിട്ട് ഇത് കരിച്ച് കളയരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇതിന് ടേസ്റ്റേ മാറിപ്പോവും. അപ്പൊ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിൽ തന്നെ ഫസ്റ്റ് ഓയിലിൽ കറിവേപ്പില മൂപ്പിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള മസാലപ്പൊടികൾ ഇതിൽ വറുത്തെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ പച്ചക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനത് തൽക്കാലം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വന്നതാണ് കേട്ടോ. ഇപ്പൊ ഇത് തണുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പൗഡർ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മസാല പൗഡർ കുറച്ച് ദിവസം, ഒരു 8-10 ദിവസമൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ചെറിയ രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റൂ കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ഫസ്റ്റ് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ ഒരു മസാലപ്പൊടി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മസാലപ്പൊടി ഇടാൻ കേട്ടോ. അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്ന അത്രയും ടൈം എടുത്തിട്ട് കരിഞ്ഞു പോകും ചിലപ്പോൾ. അല്ല എങ്കിൽ നമ്മൾ ആദ്യം തന്നെ മസാലപ്പൊടിയൊക്കെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം എണ്ണയിൽ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ മസാല തയ്യാറാക്കിയിട്ട് ചിക്കനോ ബീഫോ മീനോ എന്ത് വേണമെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ടൊന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്.